ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ അനിയത്തിയെ കുറേ വിളിച്ചു, പക്ഷേ അനിയത്തി ഫോൺ എടുത്തില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന വേദയുടെ അടുത്തേക്ക് വിക്രം വന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ദീപ്തിയെ ഞാൻ കുറേ വിളിച്ചു, അവൾ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് അവൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമ്മൾ വിളിക്കുന്നതാണെന്ന് അവൾക്ക് അറിയാം. അതാണ് അവൾ കോൾ എടുക്കാത്തതെന്നുള്ള കാര്യം വിക്രം നേരം പറഞ്ഞു കൊടുക്കാം. നീ അവളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ അവൾ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല എന്നും. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. അവൾ പറഞ്ഞതുപോലെ നിനക്ക് അവളെ തിരുത്താനുള്ള അർഹതയും ഇല്ലാന്ന കാര്യം വിക്രം പറയുക. എന്ന് വെച്ചാൽ അവളുടെ ജീവിതം തകരുന്നത് ഞാൻ കണ്ടു നിൽക്കണമെന്നാണോ പറയുന്നതെന്ന് വേദ ചോദിക്കുമ്പം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിന് നീ ഇപ്പം ചെയ്യുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയല്ല നല്ലതെന്ന് വിക്രം പറയുക. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതിനെപ്പറ്റി നീ ഇപ്പോൾ ആലോചിക്കേണ്ട, കാര്യം നടക്കണമെങ്കിൽ നീ പറയാൻ പറഞ്ഞു വിക്രം. അന്നേരം വേണ്ട, മലയ്ക്ക് മാല ഇട്ടിരിക്കുന്ന സമയത്തെ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും അടിപിടി കൂടിയെന്ന് കേൾപ്പിക്കണോ എന്ന് വേദ ചോദിക്കുക. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതിന് ഞാൻ ആ കേസിൽ ഇടപെടുമെന്ന് ആരാ പറഞ്ഞത്? ഞാൻ നേരിട്ട് ഇടപെടില്ല എന്ന് പറഞ്ഞു വിക്രം. പിന്നെയോ അതിനൊക്കെ വഴിയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്നാ ചെയ്യാൻ പോണേ? ആ പയ്യനെ വീണ്ടും തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കുമോ എന്ന് ചോദിച്ചു. അതോ കിഡ്നാപ്പ് ചെയ്യുമോ എന്നൊക്കെ വേദ ചോദിക്കുമ്പം എന്ത് ചെയ്യുമെന്നുള്ളത് അത് ഇയാളുടെ വിഷയമല്ലല്ലോ. എന്തായാലും സ്വാമി ശരണം, ദേഹോപദ്രവം ഏൽപ്പിക്കില്ല, ജീവന് അപായം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള അത്രയും സമയം അവൻ്റെ സാന്നിധ്യത്തെ ഞാൻ ഒഴിവാക്കി തരാമെന്ന് വിക്രം വേദയോട് പറഞ്ഞു കൊടുക്കുക. പക്ഷേ തിരിച്ചൊരു സഹായം എനിക്ക് നിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് വിക്രം വേദയോട് പറയും. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രീനി സാറിനെതിരെയുള്ള കേസ് കോടതിയിൽ വരരുത്, അത് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ വേദയൊന്ന് ചിരിച്ചു. സ്വാമി മലയ്ക്ക് മാലയിട്ടിരിക്കുക, ഈ സമയത്തെ ക്രിമിനലുകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലും പാവാ കേട്ടോ എന്ന് വേദ നേരം വിക്രത്തോട് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു കോംപ്രമൈസ് നടത്തിയിട്ട് എനിക്ക് എൻ്റെ അനിയത്തിയെ രക്ഷിക്കണ്ടെന്നും പറഞ്ഞു. അതല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് വേദ പറയുമ്പോൾ ശരി, ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. വേദ അവിടെ നിന്ന് പോയി. വിക്രം അവിടെ ഇരിക്കുക. പിറ്റേന്ന് രാവിലെ തന്നെ വേദ സ്വന്തം വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് വാതിൽ തുറന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്ക് അമ്മ വന്ന് വാതിൽ തുറന്നു. മോളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ മോളെ എന്ന് എനിക്ക് ഇപ്പം തോന്നാനായിട്ട് എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ, നിങ്ങളെയൊക്കെ കാണുമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കത്തില്ല, ഇത്രയും കാലമായിട്ടും നിനക്ക് തോന്നാത്തതാണോ പെട്ടെന്ന് എനിക്കിപ്പോൾ തോന്നിയതെന്ന് ചോദിച്ചു അമ്മ. സത്യം അമ്മേ, ഇന്നലെ ഞാൻ ദീപ്തിയെ സ്വപ്നം കണ്ടു, അപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. എന്തായാലും അത് നന്നായി മോളെ, ഈശ്വരൻ നിനക്ക് അങ്ങനെ തോന്നിച്ചല്ലോ എന്ന് അദ്ദേഹം അമ്മ പറയുക. ദീപ്തി ഇല്ല അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മോളത്തെ മുറി കാണുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മ ദേദയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും മോൾ ഇവിടെ ഇരുന്ന് ഫോൺ വിളിയാ, പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ചെന്ന് വാതിലിൽ നമ്മുടെ ചേച്ചി കൊട്ടുന്നത്. ഇല്ലില്ല, ഇന്നിനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നാളെ കോളേജിൽ മുന്നിൽ വന്നാൽ മതി കേട്ടോ. ഇപ്പം ശരിയേ ബൈ എന്നും പറഞ്ഞു ലവ് യു ഒക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ ഇപ്പം എന്താ അമ്മയെന്നും ചോദിച്ചു. വാതിൽ അങ്ങ് തുറക്കുകയും ചേച്ചിയെ കണ്ടു. ഓ, ചേച്ചിയായിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ദീപ്തി പറയുവാണ്. നാളെ കോളേജിന്റെ മുന്നിൽ കാണുമെന്ന് വിചാരിച്ചിരുന്നു എന്ന് ദീപ്തി പറയാം. നാളെ വരെ കാത്തിരിക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് വേദ അന്നേരം പറയാം. അത്രയ്ക്ക് അടിയന്തര പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഈ ധൃതി എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ ദീപ്തി നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്നതല്ലേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാമെന്ന് ദീപ്തി പറയുമ്പോൾ മോളെ നീ ഒന്ന് ശാന്തമായി ആലോചിക്കാൻ പറഞ്ഞു. തെറ്റായ ഒരു വണ്ടിയിൽ കയറിയാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചു പോരുകയാണ് വേണ്ടതെന്ന് വേദ പറഞ്ഞു കൊടുക്കുക. ദൂരം കൂടുന്തോറും തിരിച്ചു വരാനുള്ള പ്രയാസവും കൂടുമെന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ചേച്ചിക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ദീപ്തി അന്നേരം ചോദിച്ചു. എന്നാൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകുന്നുള്ളൂ, ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും ശ്രീയേട്ടനും ആയിരിക്കും എന്ന് ദീപ്തി വേദയോട് പറഞ്ഞു കൊടുക്കുക. കുടുംബത്തിന്റെ അഭിമാനത്തിനും അന്തസ്സിനും കത്തി വെച്ചിട്ടാണ് ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അവരെപ്പോഴും പറയാറുണ്ടെന്ന് പറയുമ്പം ഞാൻ എൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല വന്നതെന്ന് പറയുമ്പം സ്വന്തം വിവാഹ കാര്യത്തിൽ മറ്റാരെയും അനുസരിക്കാത്ത ചേച്ചിക്ക് എന്നെ തിരുത്താൻ ഒരു അവകാശവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് ദീപ്തി അന്നേരം പറയാം. ചേച്ചി സ്വന്തം ഇഷ്ടം പോലെയല്ലേ ഒരാളെ തിരഞ്ഞെടുത്തത്? ഈ വീട്ടിലെല്ലാവരും മാറി മാറി വേണ്ട എന്ന് പറഞ്ഞിട്ടും ചേച്ചി അതനുസരിച്ചോ എന്ന് ചോദിച്ചു. മോളെ, അതുപോലൊരു സിറ്റുവേഷനൊന്നും അല്ല ഇത്. അന്ന് എന്ത് സിറ്റുവേഷൻ ആയിരുന്നു ചേച്ചിക്ക് ഉണ്ടായിരുന്നത്? പ്രേമവിവാഹമൊന്നും ആയിരുന്നില്ലല്ലോ. ഒരാൾ ബലമായി കെട്ടിയ താലിയും പിടിച്ച് അതാണ് ജീവിതമെന്ന് നിശ്ചയിച്ച് ഇറങ്ങിപ്പോയതായിരുന്നില്ലേ എന്ന് ദീപ്തി ചോദിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വരുണിനെ ഞാൻ കൈവിടില്ല, അവന് ഞാൻ വാക്ക് കൊടുത്തതാണെന്ന് ദീപ്തി പറയുക. അന്നേരം ഒന്ന് പതുക്കെ പറയാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഒച്ച കൂടുന്നത് ചേച്ചി കാരണമാണെന്ന് ദീപ്തി പറയുക കേട്ടോ വേദയുടെ. ഈ പ്രായത്തിൽ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, അത് നാശത്തിലേക്കുള്ള പോക്കാ മോളെന്ന് പറഞ്ഞു.
ബലമായിട്ട് ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ കയറി ചെന്ന് താമസം തുടങ്ങുമ്പോൾ ചേച്ചി അയാളുടെ ഭൂതകാലം തിരക്കിയിരുന്നോ എന്ന് ചോദിച്ചു ദീപ്തി. അപ്പം മോളെ വരുൺ അങ്ങനെ ഒരാളല്ല, അവൻ ചെയ്തത് എന്താണെന്ന് നിനക്ക് അപ്പം എനിക്ക് അറിയാന്നേ എന്ന് ദീപ്തി പറയൂ കേട്ടോ വേദയോട്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു വൃത്തികെട്ട ഭൂതകാലം വരുണിനുണ്ടായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു, അഡിക്ഷൻ. ഇപ്പോൾ വരുൺ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറിയെന്നും ചെയ്തു പോയ കാര്യങ്ങളിൽ അവന് പശ്ചാത്താപം ഉണ്ടെന്നും ദീപ്തി പറയാം. സ്വയം തിരുത്തണമെന്നുള്ള ആഗ്രഹവും അവനുണ്ട്, ഒരു നല്ല ജീവിതം വേണമെന്നുള്ള ആഗ്രഹവും അവനുണ്ട്. ഒരിക്കൽ തെറ്റുകാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ തള്ളിക്കളയേണ്ടതുണ്ടോ എന്ന് ദീപ്തി ചോദിക്കുക. എല്ലാം തിരുത്തി കഴിഞ്ഞു ചേച്ചി വരുൺ. ഇപ്പോൾ സപ്ലിക്കുള്ള പ്രിപ്പറേഷനിലാണ്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുകയുള്ളൂ എന്നും ദീപ്തി പറയുവാണ്. പക്ഷേ ചേച്ചി നോക്ക്, വിവാഹം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടും ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോഴും ശ്രീനിവാസന്റെ കൊട്ടേഷൻ പണിക്ക് തന്നെ പോകുന്നില്ലേന്ന് ചോദിച്ചു. ആദ്യം ചേച്ചി അത് അവസാനിപ്പിക്കാം, എന്നിട്ട് ഇടപെടാം എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ് ദീപ്തി പറയാം. അപ്പം നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലേന്ന് ചോദിച്ചു. ഞാൻ ഇനിയും അത് ആവർത്തിക്കണോ ചേച്ചി എന്ന് ചോദിച്ചു. ഇനിയും ഞാൻ ആവർത്തിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം ചേച്ചി, ഇപ്പം തന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് പോകും, എന്നിട്ട് എന്നയിലേക്ക് വിളിച്ച് മുത്തശ്ശിയെ വിളിച്ച് അറിയിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ അച്ഛനോട് പറയേണ്ടി വരുമെന്ന് വേദ പറയുമ്പം കൂടുതലൊന്നും ചേച്ചിക്ക് പറയാനില്ലല്ലോ, ചേച്ചി പോകാൻ നോക്കാൻ പറഞ്ഞ് മുറിയിൽ കയറി വാതിലും അടച്ചു. അത് കഴിഞ്ഞപ്പോൾ വേദ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും മോൾക്കുള്ള ജ്യൂസുമായിട്ട് അമ്മ ഇറങ്ങി വന്നു കേട്ടോ. ഇതെന്ത് പറ്റി, ചേച്ചി അനിയത്തി കൂടെ കാര്യമായിട്ട് എന്തൊക്കെ സംസാരിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. വെറുതെ അവരുടെ പഠിപ്പിനെക്കുറിച്ചൊന്ന് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പഠിപ്പുണ്ടായിരുന്നു, ഇപ്പം അതില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അവളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഏതോ ഒരു ആശുപത്രിയിൽ ഇൻറ്റേൺഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ പേഷ്യൻസിന് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുസ്തകം തുറക്കുന്നത് കണ്ടിട്ടില്ല, എപ്പോൾ നോക്കിയാലും ചാറ്റിംഗ് ആണെന്ന് പറയാം. ചോദിച്ചാൽ പറയും പേഷ്യൻസ് ആണ് എന്നുള്ളത്. അന്നേരം സാരമില്ല, അവൾ പഠിച്ചോളൂ അമ്മയെന്ന് പറഞ്ഞു. അവൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഏതാണെങ്കിലും അടുത്ത വർഷം കല്യാണം നടത്തണമെന്ന് അച്ഛൻ പറയുന്നത് 1-2 പേരോട് അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അന്നേരം ഞാൻ ഇറങ്ങട്ടെ അമ്മയെന്നും പറഞ്ഞ് പോകുമ്പോൾ ഇത് കുടിച്ചില്ലല്ലോ മോളെ, എനിക്ക് മതി അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് മോളങ്ങ് ഇറങ്ങുമ്പോഴാണ് അച്ഛൻ കോടതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മോളങ്ങ് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദീപ്തി ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അന്നേരം വേദ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കും. അപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങി വന്നു കേട്ടോ. അവള് ദീപ്തിയെ സ്വപ്നം കണ്ടു അത്രേ. അപ്പോൾ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറയുക കേട്ടോ. ഓടി വന്ന് പത്മ. അപ്പോൾ പോട്ടെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേദ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താ ശങ്കരേട്ടാ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അവരെന്താ പറഞ്ഞതെന്ന് നീ ദീപ്തിയോട് ചോദിച്ചോന്ന് ചോദിച്ചു. ഇല്ല ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും മുകളിലായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ശങ്കരേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇത് സ്വപ്നം കണ്ടിട്ടുള്ള വരവൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുക. അവൾക്ക് എന്തോ കാര്യമായി ദീപ്തിയോട് പറയാനുണ്ടായിരുന്നു എന്നും വഴി അറിയാവെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ശ്രീനിവാസനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചായ കൊണ്ടുവന്ന് വിക്രത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അയ്യോ പേടിക്കേണ്ട വിക്രം, കുളിച്ച് ശുദ്ധിയായി തന്നെ ഞാൻ അടുക്കളയിൽ കയറിയതെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല വേണ്ടാത്തോണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വിക്രവും ശ്രീനിവാസനും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അതും ദീപ്തിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിനക്ക് ആ കുട്ടിയെ അവനിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല ആണോ എന്ന് ശ്രീനിവാസൻ വിക്രത്തോട് ചോദിക്കാം. അപ്പോൾ ശ്രീനിയാണ് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരം സുധ, വിക്രം മാലയിട്ടിരിക്കല്ലേ, വെറുതെ ആ കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് തിരിക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ സുധേ. പിന്നെ ദൈവം, ഭക്തി, ആത്മീയത എന്നൊക്കെയുള്ളതാണെങ്കിൽ അതിനൊരു മറുവശം ഉണ്ടെന്ന കാര്യം ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ, വിക്രത്തെ പിന്നെയും വഴിതെറ്റിക്കാൻ. അപ്പോൾ പുരാണമാണ് ആധാരമാക്കുന്നതെങ്കിൽ ഓരോ അവതാരങ്ങളുടെയും ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. കർമ്മ പദ്ധതി പ്രകാരം സ്ഥിതിയാണ് വിഷ്ണുവിന്. സ്ഥിതി എന്നാൽ സമാധാനത്തോടെയും സുരക്ഷയോടെയുമുള്ള ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വിഷ്ണു ഭൂമിയിൽ അവതരിച്ചത് പലപ്പോഴും എന്തിനായിരുന്നു? സംഹാരത്തിന് വേണ്ടി ആയിരുന്നില്ല എന്ന് ചോദിച്ചു. അതുപോലെ രാവണനെ സംഹരിച്ചത്, കംസനെ സംഹരിച്ചത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാം. എന്തിന് വിക്രം നിന്ന് വണങ്ങാൻ പോകുന്ന അയ്യപ്പൻ പോലും സാക്ഷാൽ ധർമ്മശാസ്താവ് മഹിഷി വധത്തിന് വേണ്ടിയാണ് അവതരിച്ചത് എന്നല്ലേ പറയപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇയാൾ ഇങ്ങനെ പറയാം. അതെല്ലാം ദുഷ്ടശക്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് സുധ ചോദിച്ചു. അപ്പോൾ അതുതന്നെയാണ് ഞാനും പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ ശ്രീനിവാസൻ ഇങ്ങനെ കുറേ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിക്രത്തെ വഴിതിരിച്ചു വിടാനായിട്ടൊക്കെ ശ്രമിക്കുവാണ്. അപ്പോൾ അയ്യപ്പനാണെങ്കിലും ശിവനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും അധർമ്മത്തിന് മുന്നിൽ ന്യായമായി തന്നെ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് നീ പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിക്രത്തെ ഇവൻ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് വിക്രം പോയത് കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ശ്രീനിവാസൻ. പത്രം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരിതിൽ
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദിനി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രീജ വന്നു. അപ്പോൾ നന്ദിനി വേദയെ കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ മുറി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജ വേദയെ കാണാനായിട്ട് അങ്ങ് ചെന്നു. അപ്പോൾ വേദ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്ത് പറ്റി വേദന മുഖത്തൊക്കെ വല്ലായ്മയൊക്കെ ഉണ്ടല്ലോ, എന്നാ വിഷമമെന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം ശ്രീജേടത്തി അതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീജ വാതിലങ്ങ് അടച്ചു. ശ്രീജ വാതിലടച്ചത് നന്ദിനി കണ്ടു. അപ്പം തന്നെ ന്യൂസ് പിടിക്കണം നന്ദിനിക്ക്. നന്ദിനി എനിക്കിട്ട് പണിയാനുള്ള ഉദ്ദേശം വല്ലതുമാണ്, രണ്ടെണ്ണങ്ങളും കൂടെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ഓടി മുറിയുടെ അവിടെ പോയി നിൽക്കുക, ചെവി വട്ടം പിടിച്ച്. അപ്പോൾ ദീപ്തിയുടെ കാര്യങ്ങൾ ശ്രീജയോട് വേദ പറയാം. അപ്പോൾ ഈ ചെറുക്കൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയില്ലേ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ അതൊക്കെ അവൾക്ക് അറിയാം. പക്ഷേ അവനിപ്പോൾ പഴയതുപോലെ അല്ലെന്നാണ് അവളുടെ മറുപടി എന്നുള്ള കാര്യം വേദ പറയാം. ആ കുട്ടിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും എന്ന് ശ്രീജ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു കൊടുത്തു ശ്രീജടുത്തി. പക്ഷേ അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ ആകാൻ തുടങ്ങിയേ. എന്തായിരിക്കും ഇനി ഇത്ര രഹസ്യമായിട്ട് ഇവിടെ പറയാനുള്ളത്? എൻ്റെ പോനെ അറിയാഞ്ഞിട്ടൊരു സമാധാനം ഇല്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദിനി പോകുന്നത്. അപ്പം ഞാൻ അവളോട് ചെന്നു ഇങ്ങനെ പറയുമ്പോൾ അവളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ എനിക്ക് എന്ത് അവകാശമാണെന്നാണ് അവൾ എന്നോട് ചോദിച്ചതെന്ന് വേദ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുത്തതുപോലെ അവൾക്കും ആയിക്കൂടെ എന്ന് അവൾ എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നന്ദിനിക്ക് ന്യൂസ് കിട്ടാത്തതിൻ്റെ ടെൻഷനാണ് പുറത്തിരുന്ന്. ഈ കാര്യം അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ശ്രീജ വേദയോട് ചോദിക്കുക. എനിക്കറിയില്ല ശ്രീജയടത്തി, എന്താ ഒരു വഴിയെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അവളെ ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തി എടുത്തേ പറ്റുള്ളൂ എന്ന കാര്യം വേദ ഇങ്ങനെ പറയുക. പക്ഷേ അത് അവളെ സത്യം ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേദ സമാധാനമായിട്ട് ഇരിക്കുക. ഒരു വഴി ഉണ്ടാകാൻ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു ശ്രീജ. പക്ഷെ പുറത്ത് വന്നിട്ട് നന്ദിനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയുടെ മുറിയിൽ ഒളിഞ്ഞു വെക്കാൻ ചെന്നത്. അച്ചമ്മ വന്ന് പാവം നന്ദിനി കണ്ടില്ല. അച്ചമ്മ വന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അച്ചമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് വട്ടം പിടിച്ച് നിൽക്കുന്ന നമ്മുടെ നന്ദിനിയെ കണ്ടപ്പോൾ ബടി എന്ന് പറഞ്ഞ നമ്മുടെ അച്ചമ്മ പതുക്കെ ഇറങ്ങി നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചെവിക്ക് അങ്ങ് പിടിച്ചു. അപ്പോഴത്തേക്ക് ഈ ശബ്ദം കേട്ട് അവർ വാതിൽ പറഞ്ഞു. അയ്യോ അച്ചമ്മ വീട് അച്ചമ്മേ, ഞാനൊന്നും കേൾക്കാൻ വന്നല്ല എന്നും പറഞ്ഞോണ്ട് നന്ദിനി. അപ്പോൾ ശ്രീജ വന്ന് നോക്കി. അല്ല അകത്തും ഏത് ശ്രീജേച്ചി എന്ന് പറയുമ്പം ആരായാലും സംസാരിക്കുന്നതോളിൽ ചെന്ന് കേൾക്കാൻ പാടില്ല എന്ന് അച്ചമ്മ പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ നന്ദിനി ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു ശ്രീജ. എന്നിട്ട് വല്ലതും കേട്ടോന്ന് ചോദിച്ചു വേദ. അത് നന്നായി അല്ല ശ്രീജേടത്തി എന്ന് വേദ പറയട്ടോ. ഞങ്ങൾ രണ്ടാളും ചേർന്ന് നന്ദിനി അടുത്തേക്കെതിരെ ഒരു രഹസ്യ പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞു വേദ. അപ്പോൾ കേൾക്കാത്ത സ്ഥിതിക്ക് അത് നടപ്പിലാക്കാം അല്ല ശ്രീജേടത്തി എന്നൊക്കെ വേദയെ. അതെ അപ്പോൾ അതെന്തായാലും നന്നായി, ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം, അത്യാവശ്യമായ കാര്യമാണെന്ന് മുത്തശ്ശിയും പറയാം അച്ചമ്മയും പറയാം. അതും പറഞ്ഞു വേദയും ശ്രീജയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. അച്ചമ്മയും പോയി. അപ്പോൾ നന്ദിനി ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ നീ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും ഏക്കാൻ പോണില്ല എൻ്റെ നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അങ്ങനെ കയറി പോകും. അന്നേരം എൻ്റെ ഈശ്വര എന്തൊരു ആന ചെവിയാ ഇവരുടെ. അപ്പോൾ അച്ചമ്മയെ പ്രാഗിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നന്ദിനി. അന്നേരം അതേ മോളെ, കാഴ്ചയ്ക്ക് ഇത്തിരി മങ്ങലുള്ളൂ, ചെവിക്ക് ഒരു കുഴപ്പമില്ല, അത് നിങ്ങളെക്കാളും കൂടുതലാകട്ടോ എന്ന് നമ്മുടെ അച്ചമ്മ അങ്ങ് പറയുകയും ചെയ്തു. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് അച്ചമ്മ അങ്ങ് കയറിപ്പോയി. നന്ദിനി അന്നേരം എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛനെയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു. അപ്പോഴേക്കും ദീപ്തി അച്ഛന് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നീ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കും മോളെ എന്നും പറഞ്ഞ് മോളെ പിടിച്ചടുത്തിരുത്തി. MSc കഴിഞ്ഞാൽ എന്താണ് നിൻ്റെ പരിപാടി എന്ന് ചോദിക്കുമ്പം ക്ലിനിക്കൽ സൈക്കോളജിയിൽ PG ചെയ്യണമെന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് മസ്റ്റാണെന്ന് മോളിങ്ങനെ അച്ഛനോട് പറയുന്നു. അപ്പോൾ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായാലും പോരെന്ന് ചോദിച്ചു. അപ്പോൾ കല്യാണോ ഒന്ന് ദീപ്തി ചോദിച്ചു. അതേന്ന് അച്ഛനും പറഞ്ഞു. ദീപ്തി അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോഴേക്കും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റാ.